പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ടഫ് ആകുമോ? ഈ 2026 ഒക്ടോബറിൽ നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കാൻ പോവുകയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം അതാത് വർഷം തന്നെ നടക്കുന്നത്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു, പ്ലസ് ടുവിന്റെ കൂടെയായിരുന്നു. കുട്ടികൾക്ക് ഒരു പ്രയോജനമില്ലാതെ ആ എക്സാം ചുമ്മാതൊരു കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. കുട്ടികൾക്ക് ഒരു മാർക്ക് കൂടുതലോ ഒന്നും ഉണ്ടാകുന്നില്ല. ഫെയിൽ ആവുന്നതിന്റെ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ ആക്കുന്നത്. അപ്പൊ നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഇനി എക്സാം ടഫ് ആകുമോ എന്നുള്ളതിന്റെ ചോദ്യം, നമുക്ക് സാധാരണ ഇപ്പൊ വരുന്നത് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമ്മുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഇപ്പൊ എത്തിയല്ലോ, നിങ്ങൾക്ക് എല്ലാം കണ്ടു. മാത്സിന്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത്, വളരെ മോശം. അവരുടെ 10ാം ക്ലാസ്സിന്റെ മാർക്കും ഇപ്പോഴത്തെ പ്ലസ് വണ്ണിന്റെ മാർക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾ കരഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ വളരെ മോശമായിട്ടുള്ള മാർക്കാണ് പ്രത്യേകിച്ച് മാത്സിന് വന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ളതിന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ മാറി വേറെ രീതിയിൽ കൂടെയാണ് കുറേ ക്വസ്റ്റ്യൻസുകൾ വന്നത്. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ടില്ലായിരുന്നു. എന്നാലും കുട്ടികൾ ഒത്തിരി ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ മാത്സിനെ പോലെ ഒരു വ്യത്യസ്തത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനില്ലായിരുന്നു. പക്ഷെ മാത്സ് അങ്ങനെയല്ലായിരുന്നു, നല്ല ടഫായിട്ട് മാറിയാണ് വന്നത്. അപ്പൊ മാത്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം ഈ ലാസ്റ്റ് ഇയർ നിങ്ങൾ എഴുതിയ എക്സാം നല്ല ടഫായിരുന്നു. അപ്പൊ അവിടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും ഒരു വേറിട്ട രീതിക്കുള്ള ക്വസ്റ്റ്യൻ പാറ്റേണും ആവുന്നത്. അപ്പൊ ആ മാറ്റങ്ങളോട് ഉൾക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ, എന്തെങ്കിലും നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് പിന്നെയും പഴയ പോലെയൊക്കെ തന്നെയാവും. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടെയുള്ള ക്ലാസ് ആണ് തരുന്നത് കേട്ടോ. അപ്പൊ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും മാറി വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് മാറി വരുന്നത്, 6 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, ഏത് ചാപ്റ്ററിൽ ഏത് ചോദ്യം, ഇതെല്ലാം തരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇതൊക്കെ എന്തുമാത്രം സമയം വേണം കണ്ടെത്താൻ. അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടെത്തേണ്ട, ഞാൻ എല്ലാം കൃത്യമായിട്ട് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി എല്ലാം നമ്മൾ തരുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിലുള്ള ക്ലാസ് ആണ് തരുന്നത് കേട്ടോ. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ ഇംഗ്ലീഷ് എല്ലാം ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. അപ്പൊ 3-4 അല്ലെങ്കിൽ 3 ടീച്ചേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അതിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം, അല്ല നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസുകൾ ഇത്തിരി ഒന്ന് ലെവൽ കൂട്ടിയാണ് ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കരുതി വേണം പഠിച്ചു പോകാൻ, അല്ലാതെ ഇത്തിരിയൊക്കെ പഠിക്കുക എനിക്ക് കിട്ടുന്നേ കിട്ടട്ടോ അങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അവിടെ കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക, അതിനെ മൈൻഡിനെ സെറ്റ് ചെയ്യുക, നമ്മൾ പഠിച്ചെടുക്കണം, മാർക്ക് കൂട്ടണം എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് എക്സാമിനെ നേരിടാൻ. ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമ്മൾ ഇപ്പോഴത്തെ വാശിക്ക് പഠിക്കാതിരുന്നാലൊന്നും പ്രയോജനമില്ല കേട്ടോ. അപ്പൊ നമ്മൾ വാശി കാണിക്കണം, അത് പഠിക്കാൻ വേണ്ടി ആയിരിക്കണം. പഠിച്ച് മാർക്ക് വാങ്ങും, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടും. നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് വലിയൊരു വില്ലൻ തന്നെയാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും മൊബൈല് നിങ്ങളെ കൊണ്ടാണ് പോകുന്നത്. നിങ്ങളെ മൊബൈൽ തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് വേണം പഠിക്കാൻ. അത് ഇത്ര സമയത്ത് ഞാൻ ഓപ്പൺ ആക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന പലരുടെയും മൈൻഡ് ഇങ്ങനെ, ഓരോരുത്തർ ഇന്ന ആള് മെസ്സേജ് അയക്കും, പലരുടെ മുഖം ഇങ്ങനെ വരും. ഇപ്പൊ അവർ മെസ്സേജ് അയക്കും, അവന്റെ മെസ്സേജ് ഇങ്ങനെ, അവന്റെ റിപ്ലൈ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കുറേ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പഠിത്തം എവിടെ നടത്താനാണ്? ഇനി പഠിച്ചാൽ തന്നെ എങ്ങനെ ഓർക്കാനാ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ പഠിത്തം ശരിയാകത്തുള്ളൂ. ഈ കിട്ടുന്ന സമയമൊക്കെ ഉണ്ടല്ലോ വളരെ വിലപ്പെട്ടാണെന്ന് അടുത്ത വർഷം മനസ്സിലാവും. അതുകൊണ്ട് ഈ വർഷമേ മനസ്സിലാക്കുന്നവർക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ പഠിക്കുന്നതിന് വേണ്ടി ഒരു നല്ല രീതിയിൽ കൂടെ ആക്കുക. വേറെ ഒരു മാർഗമില്ല. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുള്ള ക്ലാസ് കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഏകദേശം നല്ല ലെവലായിരിക്കും. അത്ര മോശമായ, അത്ര ഈസി ആയിട്ട് പോകുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കുന്ന ഇച്ചിരി ലെവൽ കൂട്ടി പഠിക്കുക എന്നുള്ളത് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അങ്ങനെ ഈസി ആയിട്ട് ഒരിക്കലും ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ എല്ലാം കണ്ട് പ്ലസ് ടുവിന്റെ എക്സാം ആണ് ടഫ്, പ്ലസ് വണ്ണിന്റെ എക്സാം ആണ് ടഫ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടുതൽ പഠിക്കുക. ഈസി ആണെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, കൂടിക്കോട്ടെ, അത്രയല്ലേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഈസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ട് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ടഫ് ആണെന്നുള്ള രീതിയിൽ കൂടെ തന്നെ കരുതുക, അതിനനുസരിച്ച് പഠിക്കുക. ടഫ് ആണെങ്കിലും നമുക്ക് മാർക്ക് കിട്ടണം, ഈസി ആണെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള സെക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടെ കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.